അങ്ങനെ കൊട്ടിയൂരപ്പനെ കാണണമെന്നോ ഒരാഗ്രഹം സഫലീകൃതമായി. ഇന്നലെയാണ് കൊട്ടിയൂരേക്ക് പോയത്. സമയം നല്ല തിരക്കായിരുന്നു കേട്ടോ കൊട്ടിയൂർ. ഏകദേശം നമ്മളിവിടുന്ന് 3.5 മണിക്കൂർ ജേണി കഴിഞ്ഞിട്ടാണ് പോയത്. കൊട്ടിയൂർ എത്തിയത് 1.5 മണിക്കൂർ അവിടെ ക്യൂ നിന്നു. നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഭംഗിയായി എന്താ പറയുക, ഭഗവാനെ തൊഴുതു, ദർശനമൊക്കെ കൊടുത്ത് അവിടെ വെച്ച് ഫുൾ ഇതിന് ഈ കാണുന്ന വെള്ളക്കെട്ടിന് ചുറ്റും നിങ്ങൾ നടക്കണം കേട്ടോ. പ്രദർശനം വയ്ക്കണം. വളരെ മനോഹരമായി യാത്ര, ഗംഭീരമായ ദർശനമായിരുന്നു ശിവൻ്റെ. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ്, ഫ്രീ ആയിട്ട് കാപ്പി കൊടുക്കുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ദിവസമായിരുന്നില്ല കൊട്ടിയൂരപ്പന്. കേരളത്തിൻ്റെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം നമുക്കൊക്കെ ഇന്നലെ ഉണ്ടായി. നമ്മൾ പങ്ങളും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. ഏർലി മോർണിംഗ് നമ്മൾ 4 മണിയോടെയാണ് പയ്യന്നൂരിൽ നിന്ന് വിട്ടത്. 3 മണിക്കൂറോളം ജേണിയുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് കണ്ട കുറച്ച് കാഴ്ചകളാണിത്. അതും നല്ലൊരു സ്ഥലമാണ്. ഇതിന് ചുറ്റും കേട്ടോ നല്ല കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. നിറയെ വനങ്ങളും പച്ചപ്പും. നല്ല വാവലിപ്പുഴയുടെ തീരത്താണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. വാവലിപ്പുഴയുടെ തീരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ നമുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ട ഒരു സാധനമുണ്ട് ഇവിടെ, ഓടപ്പൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇതിൻ്റെ റോഡിൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാരവിടെ ഓടപ്പൂ വെക്കുന്ന കടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഓടപ്പൂ തീർച്ചയായിട്ടും വാങ്ങിക്കണം. അത് നിങ്ങൾക്ക് വണ്ടിയിൽ വെക്കാനുള്ള ഓടപ്പൂ കുഞ്ഞ് സൈസിലും കിട്ടും. പിന്നെ പൂജാമുറിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് നിങ്ങൾക്ക് കിട്ടും, അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് മറക്കാൻ പാടില്ലേ, ഓടപ്പൂ. പിന്നെ ആദ്യം ഇവിടെ പറയാനുള്ളത് ഇക്കരെ കൊട്ടിയൂർ പോയിട്ട് തൊഴുക, അതിനുശേഷമാണ് അക്കരെ കൊട്ടിയൂർ പോകുക കേട്ടോ. അപ്പോൾ അക്കരെ കൊട്ടിയൂർക്ക് ഒത്തിരി നടക്കാനുണ്ട്, നമുക്ക് കുറച്ച് സമയം നടക്കണം അക്കരെ കൊട്ടിയൂർ എത്താൻ. ഇത്രയും രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് തിരക്ക് ഒഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ്, പ്രദക്ഷിണമൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് കടന്നു വേണം പോകാൻ അപ്പുറത്ത്. ഈ ചെറിയൊരു ഇതാണ് വാവലിപ്പുഴ കേട്ടോ. വെള്ളം കുറവാണിപ്പോൾ. അപ്പോൾ അത് കടന്നു വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. അപ്പോൾ നമ്മളൊക്കെ വെള്ളത്തിലേക്കൂടെയാണ് കടന്ന് പോയത്. നല്ല വെള്ളമാണ്, തണുത്ത വെള്ളമാണ്, നേരിയൊരു ഒഴുക്കുമുണ്ട്. അക്കി പഞ്ചറിലും ഇല്ലേ അല്ലേ? സത്യാണ് നമ്മള് ലൈഫില് ഈ അമ്പലങ്ങളിൽ അങ്ങനെ ഗുണങ്ങള് കുറെ നടക്കും. ഇതാണ് വാവലിപ്പുഴ കേട്ടോ.
അതെ നല്ലൊരു മനസ്സിന് കുളിർമ നൽകുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല കാടും ഒക്കെ പിടിച്ചൊരു സ്ഥലമാണ്. കാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പിൻ്റെ ഒരു സുഖമുണ്ട്. അപ്പോൾ പ്രകൃതി ആരും വേദനിപ്പിക്കരുത്. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉത്സവകാലം നമുക്ക് കൊണ്ടാടാം. ദക്ഷിണ കാശി. നമ്മൾ തിരിച്ച് പോകുന്ന കാഴ്ചയാണ്. നമ്മളെല്ലാവരും പോവുകയാണ് തിരിച്ച്. ഇതാണ് ഈ കാണുന്ന ഈ പാലം വഴിയാണ് നമ്മൾ അക്കരെ കൊട്ടിയിലേക്ക് പോകുക കേട്ടോ. നമുക്കൊരു കൊച്ചു പാലമുണ്ട് ഈ വാവലി നദിക്ക് കുറുകയായിട്ടാണ്, വാവലി പുഴയ്ക്ക് കുറുകയായിട്ടാണ് ഈ ഒരു പാലം. പുറത്തെത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം കേട്ടോ, ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ കടകളിൽ നിന്ന് ഓടപ്പൂ വാങ്ങിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.